വിശ്വനാഥൻ കോളനിയിലാണമ്മേ. വിശാൽ മോനോ? കുഴപ്പമൊന്നുമില്ല. സാറ് ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നിന്നെ ഒന്ന് കാണാനോ ഒന്ന് ഫോണിൽ വിളിച്ച് സംസാരിക്കാനോ പറ്റാത്തതിന്റെ വിഷമത്തിലിരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പോ ആ വിഷമമൊക്കെ മാറിയില്ലേ? എന്തായാലും എന്റെ നമ്പറിൽ വിളിച്ച കിട്ടില്ല. ആ ഫോണിപ്പോ എന്റെ കയ്യിലില്ല. അതുകൊണ്ട് അമ്മ ഈ നമ്പറിലേക്ക് വിളിച്ചാ മതി. ശരി, ഞാനിതിൽ വിളിക്കാം. പിന്നെ മോളെ, മുത്തശ്ശൻ ഒരു കാര്യം പറഞ്ഞു. പല്ലവി ഇപ്പൊ ഗർഭിണിയായ അവള് പ്രസവിക്കുന്ന കുഞ്ഞിന് സർപ്പ സ്വഭാവം ഉണ്ടാവുമെന്ന്. ആ കുഞ്ഞു കാരണം നിനക്കും ദോഷം ഉണ്ടാവുമെന്ന്. വിധി അതാണെങ്കിൽ അത് അനുഭവിച്ചല്ലേ മതിയാവും. എനിക്കിപ്പോ ഒന്നിനെയും ഒരു പേടിയില്ല. ഞാൻ എന്തു പറയാനാ? ഇത് നിനക്കും വിശാലിനും കൊള്ളില്ലാത്ത കാല. പക്ഷെ ഈ വിധിയൊക്കെ കുറച്ചു കഴിയുമ്പോ മാറും. അതുവരെ നിങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കഴിയണം. ശരിയമ്മേ, ഞാൻ പ്രാർത്ഥിച്ചോളാം. ഉദയനൂരമ്മ എനിക്ക് തുണയുണ്ടാവും. അമ്മ ഫോൺ വെച്ചോ, ഞാൻ പിന്നീട് വിളിക്കാം. ഈ ഫോണ് ചേച്ചിക്ക് തിരിച്ചു കൊടുക്കാനുള്ള നേരമായി. ഞാനത് കൊടുക്കട്ടെ? പ്ലാൻ ചെയ്തതുപോലെ വാട്ടർ ടാങ്കിൽ ഞാൻ വിഷം കലർത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ നിന്റെ കയ്യിലാ. ടാങ്കിൽ വിഷം കലർത്തിയത് പാർവതിയാണെന്ന് നീ ഈ കോളനിയിലെ മുഴുവൻ പ്രചരിപ്പിക്കണം. മനസ്സിലായോ? ഓക്കെ. പാർവതിയുടെ കഥ ഇതോടെ കഴിയും. ടാങ്കിൽ നിന്നുള്ള വെള്ളം കുടിക്കുന്നവർക്ക് വിഷബാധയുണ്ടാവും. ആ വിഷബാധ പാർവതി കാരണമാണ് ഉണ്ടായതെന്ന് അറിയുമ്പോൾ കോളനിക്കാരെല്ലാവരും ചേർന്ന് അവളെ ഇവിടുന്ന് അടിച്ചോടിക്കും.